ഇതിപ്പോ നമ്മളേക്കൊന്ന് കടർത്തിട്ടപ്പോ പേര് പറഞ്ഞു ഖുർആൻ എന്താന്ന് വരെ പറഞ്ഞതാരാ? ഞങ്ങളൊന്ന് പറഞ്ഞാണ്. ഈ മുസ്ഹഫ് അല്ല ഖുർആൻ എന്ന് കേരളത്തിൽ പറഞ്ഞതാരാ? ലോകത്ത് പറഞ്ഞതാരാന്നൊന്നും പറയുന്നില്ല. കേരളത്തിൽ പറഞ്ഞതാരാ? തൗറാത്ത് എന്താന്ന് പഠിപ്പിച്ചതാരാ? ഇഞ്ചീൽ എന്താന്ന് പഠിപ്പിച്ചതാരാ? നൂർ എന്താന്ന് പഠിപ്പിച്ചതെന്ത്? എന്ത് കിതാബ് എന്ത്? ഖുർആൻ എന്ത്? ഈ സുഹഫ് എന്ത് എന്ന ഈ വ്യത്യാസങ്ങളൊക്കെ. പക്ഷെ ഇതിനെ ആക്ഷേപിക്കരുത് എന്ന് എനിക്ക് പറയാം. നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതിന് ഇത് ഒരു കെൻസാണ്, ഇതിന് നിധിയാണ്. അറിയുന്നവർക്കേ അറിയൂ. ഈ പുസ്തകം മനുഷ്യന്റെ മനസ്സിന് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഒരു കാരുണ്യമുള്ള മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാൻ ഇത്രയും വിപ്ലവകരമായ ഒരു ഗ്രന്ഥത്തെ ഞാൻ വായിച്ചിട്ടില്ല. ഗീത അല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അത് മഹത്തായ ദർശനങ്ങളുടെ ഗ്രന്ഥമാണ്. എന്റെ വിദേശ സുഹൃത്തുക്കളൊക്കെ പറയും, നിങ്ങൾ എന്തിനായി ഈ അറബി ഗ്രന്ഥം വായിക്കാൻ നിൽക്കുന്നത്? നിങ്ങളുടെ നാട്ടിൽ തന്നെയുണ്ടല്ലോ അതിമഹത്തായ ദർശനത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ഗീതയൊക്കെ. ഇറ്റലിയിലൊക്കെ ഉള്ള എന്റെ ഈ ആശയത്തിലുള്ള സുഹൃത്തുക്കൾ, ജർമ്മനി, ഇറ്റലി, അവരുടെ ഇന്ത്യയിലുള്ള സുഹൃത്തുക്കളിൽ നിന്ന് അവർ ഗീത പഠിച്ചെടുത്തതാണ്. അവരൊരു അപാരമായ ദർശനങ്ങളാണല്ലോ അതിന് പറയുന്നത്. അപ്പൊ ഒരു ഗ്രന്ഥത്തെയും നമ്മൾ തള്ളേണ്ടതില്ല. നമുക്കറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്രന്ഥത്തെയും നമ്മൾ പരിഹസിക്കേണ്ടതില്ല. അതാണ് ആ തലത്തില് നമ്മളതിനെ മനസ്സിലാക്കണമെന്ന് മാത്രം. ഇന്നക്കും തഴുത്തൂനെ വിചാരം എന്തൂനിസായി ഷെഹുവക്കം എന്തൂനിസായിലേക്ക് വരാം. അപ്പൊ സാക്ഷിത്വം അതാണ്. ആരാണ് വിജ്ഞാനത്തിൽ? എങ്കിലേ ഒരു മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ സാക്ഷിത്വം പൂർണ്ണമാവുകയുള്ളൂ. കാരണം ഇമ്രാത്തുൽ അസീസും ഇമ്രാത്തുൽ ലൂത്തും അവിടെ തടസ്സമായി നിൽക്കുകയും ഒരു റജുല് മാത്രം സാക്ഷിത്വം വഹിക്കുകയും ചെയ്താൽ അത് അപൂർണമാണ്. അല്ലെങ്കിൽ പിന്നെ റജുലൈനി ആയിരിക്കണം. ഹാറൂനും മൂസയും, അതാണ് റജുലൈനി. രണ്ട് റജുലൈനി ആരാണ്? ഹാറൂനും മൂസയുമാണ്. തനിയാ വിഷയം പറയാം. അപ്പൊ ഈ ഹിജാലുകളെ നമുക്ക് പൂർണ്ണതയിലേക്ക്, വിജ്ഞാനത്തിന്റെയും ബോധത്തിന്റെയും പൂർണ്ണതയിലേക്ക് എത്താതെ ആ പൂർണ്ണതയുടെ കുപ്പായമിടരുത് നിങ്ങൾ എന്നാണ് ആ പറയുന്നത്. നിസായിലൂടെ കടന്നു വന്നാലേ റജലാകാൻ കഴിയൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ നിങ്ങള് ലൈംഗികമായ ആവശ്യങ്ങൾക്ക് പുരുഷന്റെ അടുത്തേക്ക് പോയിരുന്നു സ്ത്രീകൾക്ക് പകരം എന്നല്ല. നമ്മുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും അറിവിന്റെയും പൂർണ്ണതയിൽ എത്തുന്നവനാണ്, അതായത് വറയിൽ കാമിലിൽ എത്തുന്നവനാണ് റജൽ എന്ന് പറയുന്നത്. അത് ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് നിന്ന് ആകേണ്ടതല്ല. നിരന്തരമായ പഠന ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ എത്തിപ്പെടേണ്ട മേഖലയാണ് റജൽ എന്നുള്ളത്. അവൻ ആർജിച്ചെടുക്കേണ്ട ഗുണങ്ങളാണത്. അവൻ പരിശീലിച്ചെടുക്കേണ്ട ഗുണങ്ങളാണത്. എന്നിട്ടേ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ തനിക്ക് റജലാകണമെന്ന ആ ഭൂതി കൊണ്ട്, ആ ശഹുവത്ത് കൊണ്ട് അവൻ നിസായിലൂടെ കടന്നു വരാതെ നിങ്ങൾ ആ കുപ്പായമിടരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അധ്യാപകന്റെ കുപ്പായിടാൻ പൂതിയായിട്ട് ആ കുപ്പായിട്ടിട്ട് കിടന്നിട്ട് കാര്യമില്ല. +2-ലെത്തിയിട്ടുള്ള കുട്ടി, ആ കുട്ടിക്ക് ഡോക്ടറുടെ കുപ്പായിട്ട് സ്റ്റെതസ്കോപ്പ് വെച്ച് നടക്കണമെന്ന് അവൻ റജലാകാൻ പൂതി വെച്ചിട്ട് കാര്യമില്ല. അവൻ കടന്നു വരാൻ ഇനിയുമുണ്ട് മേഖലകൾ. അതാണ് പറഞ്ഞത്. നിങ്ങൾ അതാണോ ആഗ്രഹിക്കുന്നത്? അതാണോ നിങ്ങളുടെ ഷഹുവത്ത്? അതാണോ നിങ്ങളുടെ മനസ്സിന്റെ മോഹം എന്നാണ് ചോദിക്കുന്നത് ഖുർആൻ. അത് സബീലാണ്, തെറ്റായ വഴിയാണത്. അത് ശരിയായ വഴിയല്ല. അത് ലോകത്തിന്റെ നാശത്തിന് കാരണമാവും. അത് അറിവ് നേടാതെ, ജ്ഞാനം നേടാതെ, റജലാകാതെ നിങ്ങൾ താൻ റജലാണെന്ന അവകാശവാദവുമായി വരുന്നത് ലോകത്തിന് തന്നെ തകരാറാണ്. അത് വിജ്ഞാനത്തിന് തകരാറാണത്. അതുകൊണ്ട് ഓരോ മനുഷ്യനോടും പറഞ്ഞു, അത് മഹത്തായ